ഇന്നത്തെ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടിപ്സോ ട്രിക്സോ ഒന്നുമല്ല, കാര്യമായിട്ടുള്ളൊരു വീഡിയോയെ കുറിച്ച് തന്നെയാണ്. കാരണം ജനുവരി മുതൽ നമ്മുടെ യൂട്യൂബ് നമുക്ക് തരാൻ പോകുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലുള്ളവർക്ക് തരാൻ പോകുന്ന ഒരു 8ൻ്റെ അല്ലെങ്കിൽ ഒരു 10ൻ്റെ പണിയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കോപ്പ റൂൾ എന്നൊരു നിയമത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു നിയമം ഇപ്പോൾ തന്നെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മുതൽ തന്നെ അത് നമ്മുടെ യൂട്യൂബ് പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും ആ ഒരു നിയമം. ഈ കോപ്പ റൂള് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പറ്റിയിട്ടും ചെറിയ 10-18 വയസ്സാകുന്നതിൻ്റെ താഴെയുള്ള കുട്ടികളെ പറ്റിയിട്ടെല്ലാം വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞ് FTPക്ക് ലഭിച്ച കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ FTP ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിലൂടെ ഈ കുട്ടികളുടെ പറ്റിയുള്ള വീഡിയോ കൂടുതലായി വൈറലാകുന്നത് യൂട്യൂബിലാണെന്ന് അറിഞ്ഞപ്പോൾ ഈ FTP യൂട്യൂബിന് നൽകിയ ഫൈനാണ്. യൂട്യൂബിന് FTP $170 മില്യൺ ഫൈൻ ചുമത്തി. $170 അല്ല, $170 മില്യൺ FTP യൂട്യൂബിന് ഫൈൻ ചുമത്തിയത്. ആ $170 മില്യൺ യൂട്യൂബ് FTCക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഫൈൻ കിട്ടിയതിന് ശേഷം യൂട്യൂബ് വെറുതെ ഇരിക്കില്ല. അവർക്ക് കിട്ടിയ ഫൈന് അവർ നമുക്കിട്ടും തരാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിലെ കുട്ടികളെ പറ്റിയുള്ള വീഡിയോസോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പാടുന്നതായ വീഡിയോസോ അല്ലെങ്കിൽ കുട്ടികളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള, അതായത് കഥയോ മറ്റ് പാട്ടുകളോ കവിതയോ ഡ്രാമാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഫൈൻ കിട്ടും. ഒരു വീഡിയോ നമ്മൾ കുട്ടികളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ജനുവരി മാസത്തിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ അതിൽ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ $42,000 രൂപയാണ് യൂട്യൂബ് നമുക്ക് ചുമത്താൻ പോകുന്ന ഫൈന്. ഒരു വീഡിയോസാണ് $42,000 ഫൈന് നമുക്ക് ചുമത്താൻ പോകുന്നത് യൂട്യൂബ്. ഈ $42,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായ 10-30 ലക്ഷം രൂപയുടെ അടുത്ത് മിനിമം വരും. 10-30 ലക്ഷം രൂപയുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു 10-30 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം പ്രാപ്തരാവില്ല നമ്മളിൽ പലരും. ഇപ്പോൾ അതുപോലെ കൊടുക്കാൻ താല്പര്യമുള്ളവരോ പ്രാപ്തരായവരോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഈ 10-30 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ പോരാ. ഒരു വീഡിയോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ആ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അഥവാ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ പിന്നെ അവരുടെ കൺട്രോളിലായിരിക്കും. നമ്മളതിൽ വല്ല വീഡിയോസും വിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാം, ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ല, അതെല്ലാം അവർ ടെർമിനേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വല്ല വീഡിയോസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ചെയ്തതിൽ വല്ല കുട്ടികളെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ജനുവരി ആകുമ്പോഴേക്കും എല്ലാം നമ്മൾ സെറ്റിങ്സിൽ പോയി അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കേണ്ടതാണ്. അത് യൂട്യൂബിൽ നല്ല ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ചാനലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനും മിക്ക പേരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് YT സ്റ്റുഡിയോ അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത അധികം ആരും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിനുള്ള ചാനലിൻ്റെ ലിങ്ക്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു YT സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൽ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓഡിയൻസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉണ്ട്. കുട്ടികളുടെ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ അതിൽ കുട്ടികളെ പറ്റിയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ഓൺ ചെയ്ത് വെക്കാനുണ്ട്. കുട്ടികളെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ കുട്ടികളെ പറ്റിയിട്ടല്ല എന്നതിനുമുണ്ട്. ഇനി നമ്മുടെ ചാനൽ തന്നെ വേണമെങ്കിൽ കുട്ടികളുടെ പറ്റിയിട്ടുള്ള ചാനലാണ് എന്നൊരു തരത്തിലേക്ക് വരെ മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ YT സ്റ്റുഡിയോയിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻസിനെ പറ്റി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ YT സ്റ്റുഡിയോയിലെ ആ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഉള്ള കാരണം ഞാനിതിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് YT സ്റ്റുഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ. YT സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മുടെ ചാനലിൻ്റെ നെയിമും അതുപോലെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയും
അതിൻ്റെ റാങ്കിങ് വ്യൂസും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കാണുക. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 3 ലൈൻസ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ വീഡിയോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെയായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്കിതിൽ കാണാൻ കഴിയും. ഇത് നമ്മൾ എത്ര ആദ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോന്നുമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് ഈ വൈറ്റി സ്റ്റുഡിയോയിൽ വീഡിയോസ് എന്ന ഓപ്ഷനിൽ ലഭിക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുട്ടികളുടെമായി ബന്ധപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ കുട്ടികളുടെ സൗണ്ട് വെച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ ആകർഷിക്കുന്ന തരത്തിലുള്ള വല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ അൻസബ് നോൺ സ്റ്റോപ്പ് സോങ്, അർഷദ് നോൺ സ്റ്റോപ്പ് സോങ് എന്ന ഈ 2 സോങ്ങും അതുപോലെ ഈ ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഗാനവുമാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു അൻസബ് നോൺ സ്റ്റോപ്പ് സോങ് എന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ മുകളിൽ കാണുന്ന ഈ ഒരു പെൻസിൽ അഥവാ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ബേസിക് ഇൻഫോ എന്ന് കണ്ട് നമ്മളുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പ്രൈവസി, പ്ലേലിസ്റ്റ്, അങ്ങനെ ടാഗ്സ് എക്സെട്ര അങ്ങനെ പലതും അതിൽ കാണിക്കും. നമുക്ക് എടുക്കാനുള്ളത് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നമുക്ക് കാണാം 5ാമത്തെ ഓപ്ഷനായ ഓഡിയൻസ് എന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അതിൻ്റെ കുറച്ച് താഴെ ഒരു ബ്ലാക്ക് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം യെസ് ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ്, അഥവാ ഈ ഒരു വീഡിയോ ഒരു കുട്ടിക്കുള്ളതാണ് അല്ലെങ്കിൽ കുട്ടിയെ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതുള്ളത് ഒരു കുട്ടിയെ പറ്റിയിട്ടല്ല, കുട്ടികൾക്കുള്ളതല്ല എന്നൊരു ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ അതാണെങ്കിൽ അത് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാനിതൊരു കുട്ടിയെ പറ്റിയിട്ടുള്ളതായത് കൊണ്ട് മാത്രം ഇതിൽ യെസ് ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അത് മുകളിൽ കാണുന്ന സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ സേവ് ചെയ്യുക. ആ വീഡിയോ സേവായി. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പേരിൽ ഇനി എനിക്കൊരു പ്രശ്നം വരില്ല. കാരണം ഈ വീഡിയോ ഒരു കുട്ടി വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിൽ ഞാൻ കുട്ടികൾക്കുള്ള വീഡിയോ ആണ് എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാ